എന്തൊരു കലിപ്പട ഇത്. മായി രാവിലെ എഴുന്നേറ്റ് പേപ്പർ വായിക്കാൻ പോലും തോന്നുന്നു. അളിയ നീ അറിഞ്ഞ ഇന്നലെ ഒരുത്തനെ പോക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞ് ബസ്സിനകത്തിട്ട് കുറേ അടിച്ചു. കോമഡി അതല്ല, അയാളല്ല പോക്കറ്റ് അടിച്ചത്. മറ്റേ ലങ്ങേരുടെ ഗവൺമെൻറ്റുണ്ടെന്നാണ് പറയണത്. ആരുടെ? മറ്റേ ലങ്ങേരുണ്ടല്ലോ, നമ്മുടെ സുധാകരൻ. അളി അങ്ങനെ ഒരു സംഭവം തന്നെ അല്ലേ, നമ്മുടെ അണ്ണാ ഹസാരി. ആ ഹസാരെ. ആ ചിലപ്പോൾ തോന്നും നമ്മൾ വിചാരിച്ചാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അല്ലേ അളിയ? തൂറും. എന്താ പാട്ടും വെച്ചോണ്ടിരിക്കണേ? നമുക്ക് വല്ല വാർത്താചാനലും വെച്ചൂടെ? CPIM MLA-മാരായ ജെയിംസ് മാത്യുവിനെയും ടി വി രാജേഷിനെയും 2 ദിവസത്തേക്ക് നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്നും നാളെയുമായാണ് സസ്പെൻഷൻ. സ്പീക്കറുടെ പദവിയെ അവമതിച്ചതിനാണ് നടപടിയെന്ന് മുഖ്യമന്ത്രിയും സർക്കാർ ചീഫ് വിപ്പും വിശദീകരിച്ചു. വെള്ളിയാഴ്ച വാർത്ത കണ്ട് തൂറിക്കൊണ്ടിരുന്ന അണ്ണ ഈ പറയുന്ന അത്ര വലിയ പുണ്യവെള്ളത്തിൽ അങ്ങേന്റെ തന്നെ നാട്ടിലെ സൗമ്യ വധക്കേസിൽ പ്രതിഭാഗത്തിന് അനുകൂലമായി മൊഴി നൽകിയ ഗോവിന്ദസ്വാമി കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ വിചാരിച്ചാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. പവർ ജെൽ സിറപ്പ് ആക്ടിനോർ MC ഇതാണ് സാധാരണ യൂസ് ചെയ്യാറ്. നീ തൽക്കാലം പവർ ജെൽ സിറപ്പ് കഴിക്കുക. POWERGYL സിറപ്പ്. വേറെ പ്രശ്നമൊന്നുമില്ലടാ. ചുമ്മാ ഇല്ലാത്ത കാര്യത്തിന് എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്?
ഈ വാർത്ത കണ്ടിട്ട് ഇന്നേ വരെ ആർക്കടാ വൈറലായിട്ടുള്ള നിന്റെ കാര്യം? നീ ചുമ്മാ നാട്ടുകാർക്ക് വേണ്ടി തൂറിട്ടെന്നെ കേട്ടാനാ? എങ്ങനെയുണ്ടാ നിന്റെ തൂറ്റിലെ? ശരിയായോ? അത് മിക്കവാറും ഫുഡ് പോയിസണിങ് ആയിരിക്കും. സ്റ്റാഫിലോകോക്കസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട്, അതായിരിക്കും. അതറിയാൻ മേലെ ചോദിക്കണ്ടേ? എടാ 5 വർഷം ഞാൻ MBBS ഓടിച്ച പിന്നെ എന്തിനാ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലയാ? ഓക്കെ ബൈ. ആവർത്തിച്ചുണ്ടാകുന്ന ഭൂചലനങ്ങളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങളാണ് ഇടുക്കിയിൽ തെരുവിലിറങ്ങിയത്. ഉപ്പുതറ, അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിൽ ഹർത്താൽ ആചരിച്ച മുല്ലപ്പെരിയാർ സമരസമിതി കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാത ഉപരോധിച്ചു. വണ്ടിപ്പെരിയാറിൽ നടന്ന ജനകീയ റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്കും കരുണാനിധിക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. സമരക്കാർ ജയലളിതയുടെ കോലം കത്തിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനകീയ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെ LDF-ഉം UDF-ഉം നാളെ ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ വർദ്ധിക്കുന്നതിനിടെയാണ് സമരവുമായി സ്ത്രീകളും രംഗത്തിറങ്ങിയിരിക്കുന്നത്. വരും ദിനങ്ങളിൽ മുല്ലപ്പെരിയാർ സമരം കൂടുതൽ കറ്റാർജിക്കുമെന്ന് തന്നെയാണ് ഈ സമരം വ്യക്തമാക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ നിന്നും ക്യാമറമാൻ സമീർ കൂട്ടിക്കൊപ്പം അനീഷ് കുമാർ, റിപ്പോർട്ടർ.